അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറെ ഭാഗം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. കാരണം ഇവര് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഈ പാമ്പുകളെയൊക്കെ നോക്കി സെൻസ് ചെയ്ത് അവരെ കണ്ടം വഴി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കഴിയുന്നതും ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പെറ്റായിട്ട് നമ്മൾ വീട്ടിൽ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ആള് ബിസിയാ. നമ്മുടെ കേരളത്തിൽ പാമ്പ് കടി കൂടുതലാണ്. അപ്പോൾ വീട്ടിൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. മനുഷ്യന്മാർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അന്തരീക്ഷം നല്ല ചൂടായതുകൊണ്ട് പാമ്പിന്റെ കടിയേറ്റ് ഒരുപാട് ആൾക്കാർ ഇപ്പം മരിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോ നമ്മളിന്ന് പറയാൻ വന്ന ന്യൂസ് എന്ന് വെച്ചാൽ കുറച്ച് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നല്ല രീതിക്ക് തന്നെ അന്തരീക്ഷം ചൂടുള്ളത് കൊണ്ട് ഇഴജന്തുക്കൾ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരുപാട് ചെറിയ കുട്ടികൾക്ക് കടിയേറ്റിട്ടുണ്ട് പാമ്പിന്റെ, അതുപോലെ തന്നെ ഒരുപാട് അമ്മമാർക്ക് കടിയേറ്റിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന പല സംഭവങ്ങളുമാണ് വളരെ വലിയ അപകടഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. പല ആൾക്കാർക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരവും കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ പ്രൊട്ടക്ഷനും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമുക്കതിൽ എന്തൊക്കെ ചെയ്യാമെന്നും നമ്മൾ ഈ പാമ്പിന്റെ കടിയിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ മനസ്സിലായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. കുട്ടികളെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ബാത്റൂമിൽ പോകാറുണ്ട്. ആ സമയത്ത് നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ്, പല വീടുകളിലും ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും. ഇന്ന് അതൊരു എന്താ പറയാ, ഒരു എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് മാറി കഴിഞ്ഞു ആ ഒരു സംഭവം എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ടത് ഈ യൂറോപ്യൻ ക്ലോസറ്റില് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ കൈകൊണ്ട് ഇതിന്റെ ആ ഒരു മേലെയുള്ള ഡബ്ബ നമ്മൾ ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത്. ബാത്റൂമാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നമ്മൾ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഏതെങ്കിലും സ്റ്റിക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റിക്ക് കൊണ്ട് പരമാവധി തുറക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും നിനക്ക് എന്താണ് വട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സേഫ്റ്റി ആയിരിക്കും. കാരണം നിങ്ങൾ വട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്ന പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതം വരെ രക്ഷിക്കാൻ ഹെൽപ്പുള്ള സംഭവമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ്, അതുപോലെ തന്നെ ഷൂ, ഇങ്ങനെയൊക്കെ വെക്കുന്ന റാക്കറ്റ്, ഇതിൻ്റെ അകത്തൊക്കെ പാമ്പില്ലാന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കണം. പല വീടുകളിലും ചെരുപ്പിന്റെ ഷൂവിന്റെ ഒക്കെ റാക്കറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പ് ഷൂ ഒക്കെ വെക്കുന്ന റാക്കറ്റുകളിൽ ചിലപ്പോൾ പാമ്പ് വന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അതിൽ നല്ല രീതിക്ക് തട്ടുക. അപ്പൊ നമ്മൾ ഷൂസ് ഇടുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക, നമ്മൾ ചെരുപ്പും ഷൂ ഒക്കെ ഇടുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് അത് തട്ടി അതിന്റെ അകത്ത് ഒന്നുമില്ലാതെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ കാല് അതിന്റെ അകത്തോട്ട് കയറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാമ്പിന്റെ കടി കൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല ചൂടാണ് അറിയാം. ഇപ്പൊ ഫാൻ ഇട്ടാലും അതുപോലെ തന്നെ ഒന്നും തന്നെ നമുക്ക് ഏശുന്നില്ല. അപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു ബിഗ് മിസ്റ്റേക്ക് എന്താണെന്നറിയോ, നമ്മുടെ ജനൽ തുറന്നിട്ട് കിടക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് ഈ സംഭവം എന്ന് പറഞ്ഞാല്, ഈ ജനൽ തുറന്നിട്ട് കിടക്കുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് പുറത്തുള്ള ഇഴജന്തുക്കൾ ജനൽ വഴി നിങ്ങളുടെ ബെഡിലോട്ട് കയറും. ഈ ബെഡിൽ കയറി കഴിഞ്ഞാൽ ഇവര് പിന്നെ ഒരിക്കലും പോകത്തില്ല. കാരണം എന്താ വെച്ചാൽ ബെഡിൽ അവർക്ക് കയറി കിടക്കാനുള്ള നല്ല സ്പേസുകളുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ റൂം ഫ്രീ ആയി വിട്ടു, നിങ്ങൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബെഡ് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഒന്ന് തട്ടാൻ ശ്രമിക്കുക. ബെഡിന്റെ വിരിപ്പും അതുപോലെ തന്നെ ബെഡിന്റെ അടിയിലൊക്കെ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കിടന്നുറങ്ങുക. ബെഡൊക്കെ പിടിച്ച് നോക്കി, അതും കൈകൊണ്ട് ചെയ്യരുത്. സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ബെഡിലൊക്കെ വന്ന് കിടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ അകത്ത് വന്ന് ഫില്ലൊക്കെ അടിയിലോ അല്ലെങ്കിൽ ബെഡിന്റെ അടിയിലൊക്കെ വന്ന് കയറി കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് ബെഡൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബെഡിന്റെ അകത്ത് പാമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം നിങ്ങളുടെ ജീവനാണ് അവിടെ കിടന്നുറങ്ങുന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത മസ്റ്റായിട്ടുള്ള കാര്യം, കാറൊക്കെ ഉള്ള വീടുകൾ, നമ്മൾ കാറിൽ കയറുന്ന സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഉടനെ തന്നെ ചാടി കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കരുത്. കാരണം എന്ന് പറഞ്ഞാല് മോർണിംഗിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുള്ള ആ ഒരു സമയം തേടി കാറിന്റെ എഞ്ചിൻ റൂമിലൂടെ അകത്തൊക്കെ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗമാണ് നമ്മുടെ വീട്ടിലെ കാറ്. കാറിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറി മോർണിംഗിൽ ഇരിക്കരുത്. അങ്ങനെ അബദ്ധം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഡോറ് തുറക്കുക, നിങ്ങൾ കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. അതും പരിശോധിക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കടിയൊന്നും ഏൽക്കരുത്. പാമ്പ് ഈ കാറിൽ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കയറി ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുക ഒരു 5 മിനിറ്റ്. എത്ര വലിയ കാറിലായാലും എത്ര ക്വാളിറ്റിയുള്ള കാറിലായാലും പാമ്പിന് കയറാൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാർ പറയും എന്റെ കാർ അങ്ങനെയാണ്, എന്റെ കാർ ഇങ്ങനെയാണ്. അങ്ങനെയൊന്നും പാമ്പിനില്ല, അത് നിങ്ങൾക്കാണ്. പാമ്പ് ഏത് കാറിലും കയറിക്കോളൂ. അപ്പൊ നിങ്ങൾ കാറിൽ കയറുമ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല്
കൃത്യമായി നമ്മൾ ഡോർ തുറന്നു വെച്ച് നമ്മൾ ശ്രദ്ധിക്കുക, പാമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടുക. ഒരു 5 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വ്യക്തമായി നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ ചാടി കയറി ഒരിക്കലും ഇരിക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഏപ്രിൽ അതുപോലെ തന്നെ മെയ് മാസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പാമ്പുകളുടെ ഒരു വിഹാര സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ പരിസരം ഒരുപാട് വിറകൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അമ്മമാർക്ക് നമ്മൾ തർക്കിക്കാൻ വരും. അമ്മമാരൊക്കെ പറയും വിറകില്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊക്കെ ഭക്ഷണം വെച്ച് തരണ്ടേ, അതിന് അടുപ്പ് വേണ്ടേ, അടുപ്പ് കത്തിക്കാൻ വിറക് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ പഴയ രീതി. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നിൽക്കുന്ന വീടിന്റെ പരിസരം കൃത്യമായി വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. ഇതുപോലെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെത്തുക, നീറ്റാക്കുക. വേറെ ഒരു വഴിയുമില്ല. ഇതുപോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ അത് അപകടമാണ്. അല്ലെങ്കിൽ പാമ്പിന് തോന്നും ഇതൊരു സ്നേക്ക് പാർക്കാണ്, നമുക്ക് അവിടെ കയറി കൂടാന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നിൽക്കുന്ന പരിസരം വ്യക്തമായിട്ട് വൃത്തിയാക്കുക. ഇപ്പൊ അലക്കും കല്ല്, ഈ നമ്മുടെ വീടിന്റെ അലക്കും കല്ലൊക്കെ പല സ്ഥലങ്ങളിലും നമുക്കറിയാം പുറകുവശമായിരിക്കും. അപ്പൊ ഈ ഒരു ഒറ്റ കാര്യം, അതായത് നമ്മുടെ വീട്ടിലെ അലക്ക് കല്ലിൻ്റെ പരിസരം വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ പാമ്പ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ അലക്കും കല്ലിന്റെ വശത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ അലക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാല് അവിടെയൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ആ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വന്ന് ഇവർ കിടക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു പോയിന്റ്സ് നമ്മൾ വിട്ടുപോയില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടിന്റെ കിണറിന്റെ പരിസരം, അതും മറ്റൊരു തണുപ്പ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ കിണറിന്റെ പരിസരം നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം പിരിക്കാൻ പോകുമ്പോഴോ ചിലപ്പോൾ കിണറിന്റെ പരിസരത്ത് കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലെ മറ്റേതെങ്കിലും ആവശ്യത്തിന് കിണറിന്റെ പരിസരം, അതുപോലെ തന്നെ വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ തെങ്ങിന്റെ ചുവട്ടില് ഇവിടെയൊക്കെ തണുപ്പ് കിട്ടുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു സ്റ്റിക്ക് വേണം. ആ സ്റ്റിക്ക് ഉപയോഗിച്ച് അടിച്ചു നോക്കി, അല്ലെങ്കിൽ ടോർച്ചിലേക്ക് കൃത്യമായി അടിച്ചു നോക്കി ഇഴജന്തുക്കൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വേണം നിങ്ങൾ പോകാൻ. കഴിയുന്നത് നല്ല രീതിക്കുള്ള ബൂട്ടൊക്കെ കാലിലെടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോ ബൂട്ട് എടുത്തിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ആ ബൂട്ടിന്റെ ഉള്ളിൽ ആശാൻ ഇരിപ്പുണ്ടോ നോക്കണം. ബൂട്ടും നിങ്ങൾ വ്യക്തമായി പരിശോധിച്ച് ഒരു സംഭവം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിക്കണം. അതുപോലെ തന്നെ മോർണിംഗിൽ നടക്കാനായിട്ട് പോകുന്ന ഒരുപാട് ഏട്ടന്മാര് ചേച്ചിമാരൊക്കെ ഉണ്ട്, നമ്മുടെ അമ്മമാരും ഉണ്ട് ഒരുപാട് ആൾക്കാർ. അവരും സൂക്ഷിക്കണം. കാരണം റോഡിലൊക്കെ നടുവിൽ വന്ന് കിടക്കുന്നുണ്ടാവും. നല്ല തണുപ്പാണ് റോഡിലൊക്കെ ആ ഒരു സമയത്ത്. അപ്പം റോഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിക്കുള്ള ഗംബൂട്ട് പോലെയുള്ള ബൂട്ടുകളൊക്കെ ഇട്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് വളരെ സെക്യൂർഡ് ആയിട്ട് നിങ്ങൾ ഇറങ്ങുക. അതുപോലെ തന്നെ ബൈക്ക് എടുക്കുമ്പോൾ ബൈക്കിൽ സൂക്ഷിക്കുക. ബൈക്കിന്റെ കിറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കുക. നമ്മുടെ സ്കൂട്ടിയുടെ അടിയിൽ നമ്മുടെ മാറ്റ് ഉണ്ടാവും, ആ മാറ്റിൽ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ വീടിന്റെ പരിസരവും എല്ലാം നമ്മൾ കൃത്യമായി സൂക്ഷിക്കുക. വെള്ളം വീഴുന്നതോ തണുപ്പുള്ളതോ എവിടെയും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ചിരിക്കുക. ജനാലയൊന്നും നമ്മൾ തുറന്നിടാതെ നിൽക്കുക. നമ്മൾ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഗ്യാസ്, നമ്മുടെ അടുക്കളയിലുള്ള ഗ്യാസിന്റെ പരിസരവും സൂക്ഷിക്കണം. കാരണം ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ സിലിണ്ടറിന്റെ ഉള്ളിലൊക്കെ കയറി കൂടിയ ദിവസം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ അതും സൂക്ഷിക്കുക. നമ്മൾ മൊത്തമായിട്ട് നമ്മൾ സൂക്ഷിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. കാരണം നമ്മൾ ചെറിയൊരു പോയിന്റ് വിട്ടുപോയാൽ പോലും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ജീവിതത്തിൽ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം ശ്രദ്ധിക്കുക, നമ്മുടെ വീടിന്റെ കിണറിന്റെ പരിസരം ശ്രദ്ധിക്കുക, അലക്കം കല്ലുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം വീഴുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക. പുല്ലും കാര്യങ്ങളൊന്നും കെട്ടിക്കിടക്കാതെ അത് ചെത്തിക്കളയാൻ നിങ്ങൾ നോക്കുക. ഷൂസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷൂവിലെ റാക്കറ്റ് ശ്രദ്ധിക്കുക. നമ്മൾ കാറിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ വാഹനം ശ്രദ്ധിക്കുക. ഏറ്റവും മസ്റ്റ് ആണ് നമ്മൾ ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ബാത്റൂമാണ് ഏറ്റവും മസ്റ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിക്ക് തന്നെ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി പാമ്പിന്റെ കടി ആർക്കും തന്നെ കൊള്ളാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് വേണം, നമ്മൾ സെക്യൂർഡ് ആയിട്ടിരിക്കണം. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സെക്യൂർഡ് ആയിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ഞാൻ ഈ പറഞ്ഞ അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.